പുതിയൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്, നമുക്ക് കേൾക്കാല്ലേ. പ്രതികരണമെന്നത് കാന്തപുരം സമസ്ത പിന്തുണ ഇടതുപക്ഷത്തിന് എന്ന് വ്യക്തമാക്കുന്നു. മുഴുവൻ ഇടങ്ങളിലും ഇടതുപക്ഷത്തിന് തുറന്ന പിന്തുണയാണ്. UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തോട് ശക്തമായ എതിർപ്പുണ്ട്. ഈ എതിർപ്പാണ് തീരുമാനത്തിന് പിന്നിൽ. മഞ്ചേശ്വരത്തും പാലക്കാട്ടും BJPക്കെതിരെ വിജയ സാധ്യത നോക്കി വോട്ട് ചെയ്യുന്ന കാര്യം തീരുമാനിക്കും. ജില്ലാ സോൺ യോഗങ്ങൾ വിളിച്ച് സന്ദേശം കൈമാറി തീരുമാനം വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, പിന്തുണയൊക്കെ പറയാനുള്ള അവസാനത്തെ ദിവസമാണ്. ഈ ദിവസമാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ പുറത്തു വരുന്നത്. അതായത് വീഡിയോ പുറത്തു വന്നത് ഇന്നൊന്നുമല്ല, ഇത് മാതൃഭൂമിക്കാരെ ഞാൻ ചിന്തിച്ചുകൊണ്ടായിരുന്നത് എപ്പോഴാണ് ഇത് ചാനലിൽ വരിക. അത് കൃത്യമായിട്ട് അവർ എന്താക്കി, അവരുടെ ബിസിനസ് ഉപയോഗിച്ചെന്നുള്ളതാണ്. ഈ സമയത്ത് അത് വിട്ടാൽ ഇതിനെത്ര വിവാദം മറ്റൊന്നും വരില്ല. ഇത് ഇവർക്ക് മുമ്പ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. ഇതിപ്പോൾ 2 ആഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ ഓടാൻ തുടങ്ങിയിട്ട്. കാന്തപുരം ഉസ്താദിൻ്റെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം കാണുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം ഇതുവരെയുള്ള നിലപാട് എന്താണ്. ഏതോ ഒരു മനുഷ്യൻ അങ്ങനെ പ്രസംഗിച്ചു എന്നതുകൊണ്ട് അത് മുഴുവനും കേരളത്തിലെ മുഴുവൻ AP സുന്നിക്കാരുടെ നിലപാട് എന്ന രീതിയിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ടാണ് മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. ഈ മാപ്രകളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ബിസിനസ് തന്ത്രമാണ്. ഈ വീഡിയോ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയത്ത് മാത്രമേ എന്താവുള്ളൂ, അവർ ഈ വീഡിയോ പുറത്തുവിടുള്ളൂ. ആ ഒരു ബിസിനസ്സാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാര്യം പറയാം. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു വീഡിയോ ക്ലിപ്പ്, ഒരു സംസാരത്തിൻ്റെ വീഡിയോ ക്ലിപ്പാണ്. ഈ സംസാരിച്ച ആൾ ഈ നിലപാട് പറയാൻ അനുയോജ്യനാകുന്നത് എങ്ങനെയാണ്? ഒരു സംഘടനയുടെ നിലപാട്, അത് നേതൃത്വം കൃത്യമായിട്ട് നിലപാട് പറയുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ ഇത്തരം പ്രസംഗിച്ചു എന്നതുകൊണ്ട് അത് AP സമസ്തയുടെ നിലപാടെന്ന് പറയുന്നതിൽ അല്പമെങ്കിലും ഒരു ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ലേ അത് ഒരു ബിസിനസ് തന്ത്രമായിട്ട് മാത്രം ഉപയോഗിക്കുന്നു. ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വീണ്ടും ഇങ്ങനെ ആരംഭിക്കുന്നു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാസർഗോഡ് ജില്ല കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ലെറ്റർ പേഡ് വന്നിരുന്നു. ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നു, നോക്ക്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണം ശരിയല്ല. കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് സമസ്ത സെൻറ്റിനറിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനായി മാർച്ച് 29 ചേർന്ന സംഘടനയുടെ പാർലമെൻ്ററി സംഗമം കക്ഷി രാഷ്ട്രീയ ചർച്ചയ്ക്കും തീരുമാനത്തിനും വേണ്ടിയായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന വീഡിയോ ക്ലിപ്പുമായി കേരള മുസ്ലിം ജമാഅത്തിനോ സുന്നി സംഘടനകൾക്കോ ബന്ധമില്ലെന്നും ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നും സംഘടനാ നയത്തിനെതിരാണെന്നും ഇതിനാൽ അറിയിക്കുന്നു. ഇത് ആ സോഷ്യൽ മീഡിയയിൽ വന്ന ഉടനെ കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ഘടകം ഇറക്കിയ ലെറ്റർ പേഡാണ്. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആരോ ഒരാൾ പ്രസംഗിച്ചു, അത് സുന്നികളുടെ നിലപാട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശുദ്ധ ബിസിനസ് തന്ത്രമാണ്. അതിലാരും പെട്ടുപോകില്ല. പെട്ടുപോകുന്ന ആളുകൾ അവർക്കത് കൃത്യമായിട്ട് സുന്നികളുടെ നിലപാടറിയില്ല എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. സുന്നികളുടെ നിലപാട് നമ്മെ സഹായിച്ചവരെ നമ്മൾ സഹായിക്കുന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഓരോ ഘടകങ്ങളിലും യൂണിറ്റ് തലം വരെയുള്ള എല്ലാ നേതൃത്വങ്ങളിലേക്കും അതിന് കൃത്യമായ വിവരം സമയമാകുമ്പോൾ എത്തുന്നുണ്ട്. അതനുസരിച്ച് അണികളിലേക്ക് എത്തുന്നുണ്ട്. അതനുസരിച്ച് കൃത്യമായിട്ട് രഹസ്യ ബാലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്യമായിട്ട് എല്ലാവരും പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രഹസ്യ ബാലറ്റ്? നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല, ആരും കാണാതെ വോട്ട് ചെയ്യുന്ന ആ പ്രൈവസി എല്ലാവർക്കും ഉണ്ടാവണമല്ലോ. അത് കൃത്യമായിട്ട് നമുക്കറിയുന്ന നിലപാടനുസരിച്ച് നമ്മൾ കുത്തേണ്ടവർക്ക് കുത്തും. അത് ആർക്കും തടയപ്പെടാനും കഴിയില്ല. അത് എങ്ങനെ നിലപാടെടുക്കണമെന്ന് നമ്മുടെ നേതൃത്വം പറയും, അതനുസരിച്ച് നമ്മൾ ചെയ്യുകയും ചെയ്യും. അല്ലാതെ ആരോ ഒരാൾ പറഞ്ഞു അത് സംഘടനയുടെ നിലപാട് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് പ്രിയപ്പെട്ടവരെ? ലാസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
നടക്കുമ്പോ വോട്ട് നൽകിയിട്ടുണ്ട്, ആർക്കും കൊടുക്കും. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ, ന്യായത്തിന്റെ പക്ഷത്തുള്ളവർ, നീതിയോട് ചേർന്ന് നിൽക്കുന്നവർ, മനുഷ്യത്വത്തോട് ചേർന്ന് നിൽക്കുന്നവർ, അവരാരായാലും അവരെ ചേർത്ത് നിർത്താനും അവരെ പ്രൊമോട്ട് ചെയ്യാനും ഞങ്ങൾ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ഏത് ഘട്ടത്തിൽ ആര് പ്രവർത്തിച്ചാലും അതിനോട് ധർമാക്ഷരികൾ ചേർത്ത് വെച്ചുകൊണ്ട് വിപ്ലവത്തിന്റെ വാക്യങ്ങൾ മുഴക്കാൻ ഈ സംഘചേതന എന്നും സന്നദ്ധമായിട്ടുണ്ട്. അതിന് കേൾപ്പുള്ള സങ്കീർണമുള്ള ഒരു സംഘമാണ് ഈ മഹത്തായ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകി എന്നുള്ളത് എല്ലാ വിഷയങ്ങളിലും മൗനം ദീക്ഷിക്കാനുള്ള ഒരു വഴിയായി കാണേണ്ടതില്ല. അങ്ങനെ നൽകി എന്നതുകൊണ്ട് നിങ്ങൾ എന്തിന് മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അന്ന് വോട്ട് കിട്ടാത്ത ആരും ഞങ്ങളോട് ചോദ്യം ചോദിച്ചു വരേണ്ടതില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഏത് സന്ദർഭത്തിലും ന്യായത്തിനു വേണ്ടി അത്യുച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാനുള്ള ശേഷിയുണ്ട്. ഞങ്ങളുടെ ആശയം ആരുടെയും അമ്മിക്കടിയിൽ വെച്ച് തലതാഴ്ത്തി കൊടുത്തിട്ടില്ല. ഏതു ഘട്ടങ്ങളിലും ന്യായവും നീതിയും ഉറക്കെ വിളിച്ചു പറയാനുള്ള ശേഷി അധികാരമുണ്ടെങ്കിലും അധികാരമില്ലെങ്കിലും ആ സന്ദർഭങ്ങളിലെല്ലാം വ്യക്തമായ നിലപാടോടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള തന്റെ ഇടമുള്ള ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണിത്. അത് ഇതിലാർക്കും സംശയം വേണ്ട. കൃത്യമായിട്ട് ഏത് മണ്ഡലത്തിൽ ആരോട് സപ്പോർട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം, അത് കൃത്യമായി സംഘടന സംവിധാനത്തിലൂടെ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. അത് അതിൻ്റെ പ്രവർത്തകരിലേക്ക് എത്തുന്നുണ്ട്. അവർ ആ പറഞ്ഞ ആളുകൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കിട്ടിയ ക്ലിപ്പുകൾ അത് വൈറലാക്കി അങ്ങനെയാണ്, ആ പക്ഷത്താണ്, ഈ പക്ഷത്താണ്, അതാണ്, ഇതാണ് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് കൃത്യമായ നിലപാടോടെ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ വോട്ട് ചെയ്യും. അതിൻ്റെ ഫലം നമ്മുടെ ഫലപ്രഖ്യാപനം വരുമ്പോൾ അറിയുകയും ചെയ്യും. അസ്സലാമു അലൈക്കും.